അതിൻ്റെ അകത്ത് മറ്റേ ഇത് മാവ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അകത്തോട്ട് അങ്ങനെ. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം വേണം ഇതിന് പഴംപൊരി ഉണ്ടാക്കി എടുക്കേണ്ടതല്ല. ഇപ്പം നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ബൂം ബാങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ ബൂം ബാങ്ങിൻ്റെ വീഡിയോ കാണാറുണ്ട്. അപ്പം അതിനകത്ത് എൻ്റെ കണ്ണിലുടക്കിയ ഒരു റെസിപ്പി, അത് നമ്മുടെ ബിയർ ഒഴിച്ചുള്ള പഴംപൊരി. അപ്പം ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ബിയറെന്ന് കൂടെ പറയത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ പർപ്പിൾ പാരറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം പാരറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് 2 ഏത്തക്കയാണ്. അത് നല്ലപോലെ പഴുത്തത്, അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ പഴം നമ്മൾ മൈദപ്പൊടിക്കകത്ത് മുക്കി വെക്കുക. ഞങ്ങളത് മറന്നു. ഞങ്ങൾ അതിനകത്ത് പുറത്ത് വിതറിയത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വയ്ക്കുക. ഇനി നമുക്കതിന് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് അത്യാവശ്യത്തിന് പാരറ്റ് ഒഴിക്കുക. അതിൽ ലേശം ഉപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് മൈദാപ്പൊടി ആഡ് ചെയ്യുക. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, അത് ഓപ്ഷണലാണ്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അത്ര തിക്കായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ കിട്ടാൻ. അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടിയുള്ള മിക്സും കൂടി ചേർത്ത് നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പഴം ഏത്തയ്ക്ക നമ്മുടെ ഈ ബാറ്ററിനകത്ത് മുക്കി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് കറുത്ത് പോരാം. ഇപ്പോൾ സംഭവം വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ബൂം ബാങ്ങിൻ്റെ പാരറ്റ് പഴംപൊരി. ഞങ്ങൾക്ക് അങ്ങനെ പറ്റും. നല്ല അടിപൊളിയാണ്. നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി സംഭവമായിരിക്കും. പർപ്പിൾ പാരറ്റ് പഴംപൊരി റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇതും ചൂടാ, എല്ലാം ചൂടാ. എങ്ങനെ കറ് നുറാന്നിരിപ്പുണ്ട്. നമ്മുടെ പാരറ്റിൻ്റെ ഒന്നും വരുന്നില്ല. സംഭവം കൊള്ളാം, പൊളിയായിട്ടുണ്ട്. അപ്പം താങ്ക്സ് ബൂം ബാങ്. അതിൻ്റെ അകത്ത് മറ്റേ ഇത് മാവ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അകത്തോട്ട് അങ്ങനെ. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം വേണം ഇതിന് പഴംപൊരി ഉണ്ടാക്കി എടുക്കേണ്ടതല്ല, കറുത്ത്. ഇച്ചായി തന്നെ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വരാത്തെ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളാണോ ഇത് ഉണ്ടാക്കിയത് പോലെ സംശയമാണ്.